വലിയ വലിയ ട്രക്സ് വരെ ഓടിച്ചു പോകുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് സ്പെസിഫിക്കലി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംബിഷൻ എല്ലാം നശിച്ച് നമുക്കൊന്നുമില്ലാതെ വെറും അടുക്കളയിൽ തഴയ്ക്കപ്പെട്ട ആളുകളായിട്ട് ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു കപ്പാസിറ്റിയെ ഉണ്ടായിരുന്നില്ല. ബട്ട് ഒരു ഭയം ഓൾവേസ് ലൈക്ക് എൻ്റെ റോങ് ഡിസിഷൻ വളരെ റോങ് ആയി പോയില്ല, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ വിവാഹം കൊണ്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് എനിക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. കാരണം ഈ ടോപ്പിക് ഇവിടെ കവർ ചെയ്യാനുള്ള കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ഹെവി ടോപ്പിക് ലിഫ്റ്റ് ചെയ്യേണ്ട എന്ന് തോന്നി. ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് കഴിഞ്ഞ വീക്സ് എല്ലാം ഞാൻ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീക്ക് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അധികം റിസർച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നി. അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, സ്വന്തം എക്സ്പീരിയൻസസ് നിന്നുള്ള ടോപ്പിക്സിനെ മാത്രം കവർ ചെയ്യാമെന്ന് കരുതി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. പിന്നെ അതുമല്ല വിവാഹം കൊണ്ട് എന്താണ് ഫീമെയിൽസ്, നമ്മുടെ സ്ത്രീകളെല്ലാം ഒരുപാട് സപ്രസ്ഡ് ആയിട്ട് അവരുടെ ആഗ്രഹങ്ങളൊന്നും നേടാൻ കഴിയുന്നില്ല. അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് എനിക്കിവിടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. വിവാഹം കഴിഞ്ഞതുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ പറ്റാത്തതായിട്ടുണ്ടോ സ്ത്രീകൾക്ക്? വിവാഹം കഴിഞ്ഞതുകൊണ്ട് അവരുടെ ആംബിഷൻ, അവരുടെ കരിയർ, അവർക്ക് എന്താണ് തുടർ പഠനം സംഭവിക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടോ സ്ത്രീകൾക്ക്? അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണോ നമ്മുടെ ചുറ്റും എന്ന് എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണം. അതിൽ നിന്ന് ആർക്കെങ്കിലും അതൊരു യൂസ്ഫുൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലും, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസസ് എന്താണ്, നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത് ചുറ്റും നടക്കുന്നത്, ഇപ്പം വന്നിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ ടോപ്പിക് ഇവിടെ കവർ ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ വിവാഹത്തിന് ശേഷം ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകളെ ഞാൻ ചുറ്റും കാണുന്നുണ്ട്. സ്പെസിഫിക്കലി കേരളത്തിൽ നിന്ന് തന്നെ ബൈക്കല്ല, ഈവൻ ട്രക്സ്, വലിയ വലിയ ട്രക്സ് വരെ ഓടിച്ചു പോകുന്ന ഒരുപാടല്ല ഒരു സ്ത്രീ അവരുടെ വ്ളോഗ് ഞാൻ കാണാനിടയായി. പിന്നെ അതല്ലാതെ തന്നെ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ ചെയ്യുന്ന വ്ളോഗ്സ് ആൻഡ് വീഡിയോസ് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ്. അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യു വിമൻ ഔട്ട് ദെയർ. ഒരുപാട് ഗ്രേറ്റ് തിങ്സ്, ഈവൻ വിവാഹം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായിട്ടും ഒരുപാട് ഗ്രേറ്റ് തിങ്സ് ആൻഡ് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ചെയ്യുന്നതിനൊക്കെ ഗ്രേറ്റ് വർക്ക്, അപ്രിസിയേഷൻ ആൻഡ് എന്താണ് ഒരുപാട് അഭിമാനം തോന്നുന്നു അങ്ങനെയുള്ള സ്ത്രീകളെല്ലാം കാണുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ പല സ്ത്രീകളും പല യങ്സ്റ്റേഴ്സ് സ്പെസിഫിക്കലി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംബിഷൻ എല്ലാം നശിച്ച് നമുക്കൊന്നുമില്ലാതെ വെറും അടുക്കളയിൽ തഴയ്ക്കപ്പെട്ട ആളുകളായിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് എന്താണ് ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന, ഈവൻ നമ്മുടെ ഫാമിലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റും ഉണ്ട്. അത് ബോത്ത് ദ ജെൻഡേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനും എനിക്ക് തോന്നുന്നു ഒരു ശരാശരി ഒരു നോർമൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ലൈക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടായിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഇതാണ് എൻ്റെ കോളേജ് ടൈമിലുള്ള പിക്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അന്നത്തെ ഞാനും ഇന്നത്തെ ഞാനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരുപാട് ഡിഫറൻസസ് വന്നിട്ടുണ്ട്. അന്ന് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു കപ്പാസിറ്റിയേ ഉണ്ടായിരുന്നില്ല. ഒട്ടും ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയോ കപ്പാസിറ്റിയോ ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഒരുപാട് സമയമെടുത്തിട്ട് ഡിസിഷൻസ് എടുക്കുക. ആൻഡ് ആ ഡിസിഷൻ എടുത്താൽ തന്നെ അതിലൊരു ട്രസ്റ്റ് ഇല്ലാതെ അതെല്ലാം ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സുമായി ഡിസ്കസ് ചെയ്ത് അവരുടെ ഒപ്പീനിയനിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എൻ്റെ ആവശ്യങ്ങൾക്കും എൻ്റെ ഡിസിഷനും എൻ്റെ ഔട്ട്കമ്മിനും കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്.
ബട്ട് ഒരു ഭയം ഓൾവേസ് ലൈക്ക് അത് തെറ്റായി കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിന് കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയുമോ, അങ്ങനെ ഒരുപാട് സെൽഫ് ഡൗട്ട് ആൻഡ് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, സ്പെസിഫിക്കലി ഡിസിഷൻ മേക്കിംഗ്. അതർ തിങ്സിൽ ദർ വാസ് സോ കോൺഫിഡൻസ് ഇല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിൽ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ റോങ് ഡിസിഷൻസ് ഒരുപാട് സമയമെടുത്തിട്ട് ഒരു പെർഫെക്റ്റ് ഡിസിഷൻ എന്നൊരു സിറ്റുവേഷൻ ഇല്ല. ആർക്കും ഒരു പെർഫെക്റ്റ് ഡിസിഷൻ ആരുടെ ലൈഫിലും എടുക്കാൻ കഴിയില്ല എന്നാണ് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ക്വിക്കസ്റ്റ് ടൈമിൽ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നോക്കുക. എല്ലാത്തിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ക്വിക്കസ്റ്റ് ടൈമിൽ ഏറ്റവും നല്ല ഡിസിഷൻ സ്വയം എടുക്കാൻ നോക്കുക. കാരണം ഞാനിത് മുന്നേ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ എല്ലാവരെയും സജഷൻസ് കേൾക്കാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ കഴിയുന്നത് നമ്മുടെ തന്നെ ആയിരിക്കണം. കാരണം അപ്പോൾ നമ്മുടെ എന്ത് കോൺസിക്വൻസസ് ആയാലും അത് നമുക്ക് ഫേസ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു ധൈര്യം ഉണ്ടായിരിക്കും. നമ്മുടേതല്ലാത്ത ഡിസിഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഡിസിഷൻസ് ഈവൻ അത് തെറ്റായി പരിണമിച്ചാൽ പോലും നമുക്കതിനെ ഉൾക്കൊള്ളാം. ഓക്കെ, ഞാനെടുത്ത ഡിസിഷനാണല്ലോ, അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസും എടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് എന്നൊരു വിശ്വാസം നമുക്കുള്ളിലുണ്ടാകും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചും കൂടി പെർഫെക്റ്റ് ഡിസിഷൻസ് എടുക്കുന്നതിനേക്കാളും പെട്ടെന്നുള്ള ഡിസിഷൻസ്, ദ ലീസ്റ്റ് പോസിബിൾ നെഗറ്റീവ്സ് അല്ലെങ്കിൽ ലീസ്റ്റ് പോസിബിൾ കോൺസിക്വൻസസിനെ അവോയ്ഡ് ചെയ്തിട്ട് ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻസ് എടുക്കാൻ നോക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പോയിന്റ് എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ വന്ന മേജർ മാറ്റം എന്താണെന്നാൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. മറ്റുള്ളവരും എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ എഗെയിൻ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോബ്ലം തന്നെയാണ് അത്. എല്ലാത്തിനും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അറിയണം, എല്ലാത്തിനും അവരെന്ത് വിചാരിക്കുന്നു എന്ന് എനിക്കറിയണം. ഇപ്പോൾ നാട്ടിലെല്ലാം പോകുമ്പോൾ ഒരു വെഡ്ഡിങ്ങോ ഒരു ഫെസ്റ്റിവലോ ഉണ്ടെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ക്ലോത്ത്സ് ഇടും അല്ലേ, ഇന്ത്യൻ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതിനൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ ഒപ്പീനിയന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ഞാൻ എപ്പോഴും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പീനിയൻ, അവരുടെ ഒപ്പീനിയൻ ഓറിയൻറ്റഡ് ആയിട്ട് എടുക്കാനാണ് ശ്രമിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു സ്പെസിഫിക് കളർ ഓഫ് ഡ്രസ്സ് ഇഷ്ടപ്പെടുമായിരിക്കാം, പക്ഷെ വേറൊരു റിലേറ്റീവിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ. അപ്പോൾ ഈ ഒരു റിലേറ്റീവ് പറയുന്നു, ഓക്കെ ഈ ഡ്രസ്സ് എടുത്തോളൂ, ഇത് കളർ സൂപ്പർബാണ്, നിനക്ക് നന്നായി സൂട്ടാകും, ആൻഡ് ആ ഫങ്ഷന് നല്ല ഒരു രസമുള്ള ഡ്രസ്സായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഡ്രസ്സ് എടുത്തിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വേറൊരു റിലേറ്റീവിന് വേറൊരു ഒപ്പീനിയൻ ആയിരിക്കും. അവർ പറയും പ്രോബബ്ലി ഈ കളർ നിനക്ക് സൂട്ടാവില്ല. ഈവനിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ കോൺട്രാസ്റ്റ്, അല്ലെങ്കിൽ ഡേ ടൈം ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഓബ്വിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരു കളറായിരിക്കും. അങ്ങനെ ഒരുപാട് ഒപ്പീനിയൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഒപ്പീനിയൻ പറയുമ്പോൾ അയ്യോ എനിക്കതൊരു കൺഫ്യൂഷൻ ആകാറുണ്ട്. അയ്യോ ഇവർ പറഞ്ഞതായിരിക്കുമോ ശരി, അല്ലെങ്കിൽ ആ ആൻറ്റി പറഞ്ഞതായിരിക്കുമോ ശരി, ഈ ആൻറ്റി പറഞ്ഞതായിരിക്കുമോ ശരി, അല്ലെങ്കിൽ അയ്യോ എൻ്റെ ഡിസിഷൻ വളരെ റോങ് ആയി പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ അങ്ങനെയെല്ലാം ഒരുപാട് കൺഫ്യൂസിങ് സ്റ്റേറ്റ്സിൽ കൂടി പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പ്രോബബ്ലി ആ ടീനേജ് ഇയേഴ്സിൻ്റെ ഇതായിരിക്കാം. നമ്മൾ ടീനേജിലാകുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ അങ്ങനെ ഫേമായി ഡിസിഷൻസ് എടുത്തിരുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നില്ല അന്നെല്ലാം നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മുടെ എൽഡേഴ്സിന് കൊടുക്കുന്നു, അവരുടെ തീരുമാനങ്ങൾക്ക് കൊടുക്കുന്നു, അവരെന്ത് പറയുന്നു, അവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇന്ന് നമ്മളെല്ലാം ഇൻഡിവിജ്വലിസ്റ്റിക് ഡിസിഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൾച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഡിഫറൻസസിനെ പറ്റിയിട്ട് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഞാനിവിടെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ ഇപ്പോൾ ഈവൻ ഒരു ഡ്രസ്സ് എനിക്കത് ശരിയില്ല, അതൊരു ഫ്ലോപ്പായി, അല്ലെങ്കിൽ
ആ ഒരു സ്റ്റൈല് ഫ്ലോപ്പായി എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുറേ മിസ്റ്റേക്സ് ചെയ്ത് ലൈക്ക് ഓക്കെ, അവരുടെ മിസ്റ്റേക്ക് ഉണ്ടായാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. വൺ ഡേ ഒരു വൺ ഫംഗ്ഷൻ, വൺ സിറ്റുവേഷൻ എന്താ ചെയ്യുക, അത് ഫ്ലോപ്പായി പോയി, അല്ലെങ്കിൽ അത് വർക്ക് ആയില്ല, അത് വിചാരിച്ച പോലെ നടന്നില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പം ലൈഫിൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസസ് ആയി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഓൾഡർ ആയിട്ട് വരുമ്പോൾ നമ്മൾക്ക് റിയലൈസ് ചെയ്യണം അങ്ങനെയുള്ള ഒരു ട്രിവിയൽ ഒരു ഇൻസിഡൻറ്റിനോ ഒരു സിറ്റുവേഷനോ ഒരു ഇതിനോ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഈവൻ ഇഫ് തിങ്സ് ഡെൻ വർക്ക് ഔട്ടും കുഴപ്പമൊന്നുമില്ല, വിൽ ട്രൈ അനദർ ടൈം എന്നൊരു ഇത് വരികയാണ്. അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് എൻ്റെ നെക്സ്റ്റ് പോയിന്റ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ്, മറ്റുള്ളവരുടെ സജഷന് ഇമ്പോർട്ടൻസ്, മറ്റുള്ളവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയി പോവും. കാരണം അവരിപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിനെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഫീൽ എന്താണ് ഭയങ്കര ഭയങ്കര ഫീൽ ബാഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർ നമ്മുടെ ഹൈറ്റിനൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് പ്രശ്നമായി, നമ്മുടെ വെയിറ്റിന് കമൻറ്റ് ചെയ്താൽ നമുക്ക് പ്രശ്നം, നമ്മുടെ കളർ കമൻറ്റ് ചെയ്താൽ നമുക്ക് പ്രശ്നം. അപ്പം നമ്മളൊരു സെൻസിറ്റീവ് ബീയിങ് ആയി മാറുകയാണ്. കാരണം എല്ലാവരുടെയും ഒപ്പീനിയൻ, എല്ലാവരുടെയും കമൻസിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത്രയും സെൻസിറ്റീവ് ആകുന്നത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ആൻഡ് സജഷൻസ് ആൻഡ് കമൻസിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരുപാട് വർഷങ്ങളെടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഗ്രോയിങ് അപ്പിൻ്റെ ഭാഗം തന്നെയായിരിക്കും അതും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു കമൻറ്റ് കേട്ടാലൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. ഓക്കെ, വി റെസ്പെക്ട് അതർ പീപ്പിൾസ് ഒപ്പീനിയൻസ്, പക്ഷെ അതിനെ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഒപ്പീനിയനാണ്, ആൻഡ് ഇറ്റ്സ് ഫൈൻ. എവറിബഡി ഹാവ് ദ റൈറ്റ് ടു ഹാവ് ദെയർ ഓൺ ഒപ്പീനിയൻസ്, ഐഡിയാസ്, ഇൻട്രസ്റ്റ് അല്ലേ. ഇപ്പം എനിക്കിഷ്ടമുള്ളതായിരിക്കണമെന്നില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി മനസ്സമാധാനം ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ 100 ഡിഫറെൻറ്റ് ഒപ്പീനിയൻ കേട്ടിട്ട് 100 ഡിഫറെൻറ്റ് ഫീലിങ്സ് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും സെൻസിറ്റീവായിട്ട് ജീവിതം ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതാണ് ഒരു പോയിന്റ്. പിന്നെ അടുത്ത പോയിന്റ് എന്താണെന്നാൽ, എഗെയിൻ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ആൻഡ് കമൻസ് ആൻഡ് ഡിസിഷൻസിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേറൊരു പോയിന്റിലേക്ക് എത്തണം, അതായത് ഇൻഡിപെൻഡൻസ് അല്ലേ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ ഡിസിഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മറ്റുള്ളവരുടെ തീരുമാനങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആകുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻ്റ് ആവുന്നത്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണായി മാറുകയാണ്. ആൻഡ് അതാണ് അഡൾട്ട്ഹുഡ് അല്ലേ. നമ്മളെല്ലാം ഒരു ഫീമെയിൽസിന് നമ്മുടെ നാട്ടിൽ 18 ആൻഡ് എബവ് അഡൾട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഒരു അഡൾട്ടായി കഴിഞ്ഞാൽ നമ്മളൊരു കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് ഡിസിഷൻസ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഡിസിഷൻസ് എല്ലാം എടുക്കാനുള്ള ഒരു കഴിവ് സ്വയം ആർജിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു അടുത്ത പോയിന്റ്. പിന്നെയുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് പലർക്കും കരിയർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഡ്രീംസ് അല്ലെങ്കിൽ ആംബിഷൻ, ഒരു ബൈക്ക് എടുത്ത് ഓടിച്ചു പോകാൻ പോലും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിന് കഴിയുന്നില്ല. കാരണം ഹസ്ബൻഡ് ഓർ ഫാമിലി ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പല ഡിസ്കഷൻസിലും കാണാൻ കഴിഞ്ഞു. അപ്പം നമ്മൾ സ്വയം നമ്മൾ തന്നെ ഒരു ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കണം നമ്മളിൽ തന്നെ. എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഫീസിബിളായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കരിയർ റിലേറ്റഡ്, ഇപ്പോൾ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന ഒരാൾ ഒരു 2 to 3-4-5 ഇയേഴ്സ് എല്ലാമാണ് യൂണിവേഴ്സിറ്റിയിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡിഗ്രി എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട് നമ്മൾ എന്ത് തരം ആംബിഷൻ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്, ഈ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എന്ത് തരം പ്രൊഫഷനാണ് നമ്മൾ ലുക്ക് ഫോർവേഡ് ടു ചെയ്യുന്നത്, എന്ത് തരം ജോബ് പ്രൊഫൈലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമ്മളൊരു മെന്റലി, ഞാനിത് ഫീമെയിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്, ഈവൻ അതർ ജെൻഡേഴ്സിന് അപ്ലിക്കബിൾ ആണ് ഇത്, ബിക്കോസ് ഫീമെയിൽസ് ആർ മോർ കൺസ്ട്രെയിൻഡ് ആയതുകൊണ്ടാണ് ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഐഡിയ കൊണ്ടുവരികയാണ് മനസ്സിൽ, നമ്മൾ എൻ്റെ കരിയർ ഇങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഡിഗ്രി ഉപയോഗിച്ച്
എനിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷൻ ഒരു കരിയറാണ് ഞാൻ പുട്ട് ഫോർത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒരു മെന്റലി ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും നമ്മൾ പഠിച്ച് ഒരു ഫൈനൽ ഇയർ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ. പക്ഷേ റിയൽ ലൈഫിൽ വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. സോ കർവ് ബോൾസ് എന്ന് പറയും. കർവ് ബോൾസ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് നമുക്ക് മുന്നിലോട്ട് വരാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ ഫേസ് ചെയ്ത് റെസിലിയൻസ് എന്ന് പറയും, എന്താണ് അതിനെ ഓവർകം ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. അപ്പം നമ്മൾ ഓരോ സിറ്റുവേഷനും ഓരോ ചാലഞ്ചസും അല്ലെങ്കിൽ ഓരോ ഫെയിലിയേഴ്സും ഓരോ ലെസൺസും വരുമ്പോൾ നമ്മളത് കേട്ട് എന്താണ് ഫെയിൽഡായി ഇരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മളത് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ആംബിഷൻ അല്ലെങ്കിൽ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഫെയിലിയേഴ്സിനെ ഹാൻഡിൽ ചെയ്തിട്ട് പെട്ടെന്ന് ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് ഓൺ, അതാണ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആൻഡ് ഓക്കെ, ഹൗ മൈ മാരേജ് ചേഞ്ച്ഡ് മീ എന്ന് പറയണമല്ലേ. ഓക്കെ, ഹൗ മൈ മാരേജ് ഹാസ് ചേഞ്ച്ഡ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഈസ് ലൈക്ക് ഓൾവേസ് ടു ഡു വാട്ട് എവർ യു വോണ്ട് ടു ഡു. നിനക്ക് എന്താ ചെയ്യണമെങ്കിൽ ചെയ്തു, പക്ഷെ എന്നും അധികം ബോധർ ചെയ്യാൻ വരണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം പുള്ളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് ഡിസിഷൻസ് എടുക്കാം. എൻ്റെ കരിയർ റിലേറ്റഡ് ഡിസിഷൻസ് എനിക്ക് എടുക്കാം. എനിക്ക് എങ്ങനെ എൻ്റെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാം. എങ്ങനെ എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാം. കാരണം ഹീ ഹാസ് ദാറ്റ് കൈൻഡ് ഓഫ് ട്രസ്റ്റ് ഇൻ മീ. പുള്ളി എന്നെ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ഡിസിഷൻസ് എടുക്കാൻ കുറെ കൂടി എളുപ്പമാണ്. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലും അങ്ങനെ ഒരു ട്രസ്റ്റ് ഫാക്ടർ കൊണ്ടുവരിക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ബോത്ത് ദ പാർട്ടീസ്. അപ്പോൾ നമ്മളൊരു ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആൻഡ് മിസ്റ്റേക്സ് ആർ ബൗണ്ട് ടു ഹാപ്പൻ. ഓക്കെ, ഈവൻ ട്രസ്റ്റ് ചെയ്താലും നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ബിസിനസ്സോ കരിയറോ ടേക്ക് ഓഫ് ചെയ്യണം എന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ മാത്രം റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. ആൻഡ് ഈവൻ ഇഫ് വാട്ട് എവർ ദ കോൺസിക്വൻസസ് ആർ, നമ്മളത് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു ബിസിനസ് പുട്ട് ഓൺ ചെയ്യാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച പോലെയുള്ള റിട്ടേൺസ് വിചാരിച്ച ടൈമിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ അതിനൊരു ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. നമ്മൾ ട്രൈ കൂടി ചെയ്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം അത് വർക്കാവില്ലേ എന്നുള്ളത്, അല്ലേ? അപ്പോൾ എക്സ്ട്രീംലി സപ്പോർട്ടീവ് ആയിട്ടുള്ള പാർട്ട്ണർ, ഹസ്ബൻഡ്, വൈഫൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കിങ്ങനെയുള്ള ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ്, ഓക്കെ, ഫീമെയിൽ ഓറിയൻറ്റഡ് ആകുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നത് നമുക്ക് അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളായതുകൊണ്ട് മാത്രമാണ്. ഇപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ഓക്കെ, യു ഡു വാട്ട് എവർ യു വോണ്ട് ടു ഡു എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, ഓക്കെ. ഞാൻ പലപ്പോഴും പലയിടത്തും പോകുമ്പോൾ പോലും ഞാൻ പറയാറില്ല, ഓക്കെ, ഐ എം ഗോയിങ് ദിസ് പ്ലേസ് എന്ന് പോലും പറയാറില്ല. എന്നിട്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് വേർ ആർ യു എന്ന് ചോദിക്കുമ്പോഴാണ് പറയാം, ഓക്കെ, ഞാൻ ഇവിടെ മീറ്റിങ്ങിന് വന്നിരിക്കുകയാണ്, ഇതാണ് എൻ്റെ പ്ലാൻ, ഇതാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ. ദാറ്റ് ഈസ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ, എനിക്കറിയോ നീ അവിടെ പോയിരിക്കുകയാണ് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ പിന്നെ എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞിട്ട് പോകണം. ഇവൻ ദോ നമ്മളത് ആ പ്രോജക്റ്റിനെ കുറിച്ച് അത്രയും ആലോചിച്ചിട്ട്, ഓക്കെ, അതിനെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് അത്രയും എൻഗ്രോസ്ഡ് ആയി പോകും. അപ്പോൾ നമ്മൾ കാര്യങ്ങളെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി എന്തൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് കുറേ കൂടി ഒരു ക്ലാരിറ്റി കിട്ടാവുന്നതാണ്. അപ്പോൾ ഫീമെയിൽസ് ആയതുകൊണ്ട് നമ്മുടെ ആംബിഷൻസ് ഇല്ലാതെ നമ്മൾ കിച്ചണിൽ തന്നെ അടഞ്ഞിരിക്കണം എന്നൊരാവശ്യവുമില്ല. സൈഡ് നല്ല സപ്പോർട്ടീവായിട്ട് വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കപ്പിളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു നല്ലൊരു ഹാപ്പി എൻവയൺമെൻറ്റ്, ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ബേസിക്കലി ട്രസ്റ്റാണ്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് നമുക്ക് തന്നെ സ്വയം തോന്നും. ഓക്കെ, ദിസ് പേഴ്സൺ ഹാസ് മൈ ബാക്ക്, വാട്ട് എവർ ഹാപ്പൻസ്, എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നൊരു തോട്ട് വരുമ്പോൾ നമുക്ക് തന്നെ പലതും കരിയർ ചെയ്യാനും അച്ചീവ് ചെയ്യാനും ഒക്കെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, ഈവൻ ഇഫ് ദ ഡിസിഷൻ ഈസ് റോങ്, അറ്റ്ലീസ്റ്റ്
ഐ എം മേക്കിംഗ് ദ ഡിസിഷൻസ് അല്ലേ. അപ്പോൾ ഞാൻ എന്താണ് മാരേജ് കഴിഞ്ഞിട്ടാണ് എൻ്റെ മാസ്റ്റേഴ്സ് എടുത്തത്, മാരേജ് കഴിഞ്ഞിട്ടാണ് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്, എൻ്റെ ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയത്, ഇതെല്ലാം ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അച്ചീവ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ എൻ്റെ ചുറ്റും ഞാൻ കണ്ട് അവരിൽ നിന്നെല്ലാം ഇൻസ്പയർ ആയിട്ട് ഞാനിങ്ങനെയുള്ള ഡിസിഷൻസ് എടുത്തിട്ടുള്ളതാണ്. സെയിം എൻ്റെ ഹസ്ബൻഡിൻ്റെ ചുറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, ഫിനാൻഷ്യലി മോട്ടിവേറ്റഡ് ആൻഡ് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഹീസ് ഓൾസോ ആ ഒരു ട്രസ്റ്റ് വരികയാണ് അല്ലേ. നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകൾ ഓക്കെ ദേ ക്യാൻ ഹാൻഡിൽ ബോത്ത്. ആൻഡ് ഇപ്പോൾ ഒരു ദിവസം എന്താണ് വീട്ടിൽ ഫുഡ് വെച്ചില്ലെങ്കിലും നമുക്ക് പുറമെ നിന്ന് വാങ്ങി കഴിക്കാം, അല്ലെങ്കിൽ ക്ലീനിങ്ങിന് പറ്റിയില്ലെങ്കിൽ ഒരു ക്ലീനറിനെ വരുത്താം. സോ ഇറ്റ്സ് നോ ബിഗ് ഡീൽ എന്നുള്ള ഒരു തിങ്കിങ് ബോത്ത് ദ പാർട്ട്നേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്നാൽ മാത്രമാണ് നല്ലൊരു രീതിയിൽ ഒരു കരിയർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസസ് നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആസ് ഓൾവേസ് എനിക്കറിയില്ല ഇതൊക്കെ എത്രമാത്രം യൂസ്ഫുൾ ആണ്, എത്രമാത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് ഒട്ടും അറിയില്ല. സോ നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നു, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ കമൻറ്റ്സ്. അപ്പോൾ ആസ് ഓൾവേസ്, thank you for spending your time here. Until we meet next time. Thank you. Bye-bye.